ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പ്യുവർ ഹോൾഡിംഗ് കമ്പനി വരെയായിരുന്നു ലീഗൽ ഡെഫിനിഷൻ എന്താണെന്നുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ് നോക്കിയത്. ഇനി അതിൻ്റെ ബാക്കി ഏരിയാസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് ആണ്. വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓർ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഓർ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് എലോങ് വിത്ത് ദ ബാലൻസ് ഷീറ്റ്. നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കേണ്ടതെന്നാണ് സെക്ഷൻ 212 ഓഫ് കമ്പനീസ് ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു 5 ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എ കോപ്പി ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് സബ്സിഡിയറി, ദെൻ കോപ്പി ഓഫ് ഇറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, then a copy of report of its board of directors and copy of reports of its auditors, then lastly a statement of holding company's interest in subsidiary. ഇത്രയും 5 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വെക്കേണ്ടത്. ഇറ്റ് ഈസ് ലീഗലി റിക്വയർഡ്. ഓക്കെ, അത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ഹെഡിങ് അല്ലെങ്കിൽ മെയിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനാണ്. റിക്വയർമെൻറ്റ്സിൽ ടെക്സ്റ്റിൽ ഒരുപാട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളുടെ ഈ ഒരു സിലബസിൽ കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നെയിമിൽ തന്നെ ഉണ്ട്, കൺസോളിഡേറ്റഡ് ആണ്. നമ്മളുടെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. So the consolidated financial statements are the financial statements of a group presented as those of a single enterprise. നമ്മളുടെ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനീനെ നമ്മളൊരു സിംഗിൾ എൻ്റർപ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ 2 കമ്പനീസിൻ്റെയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇത് നോർമലി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പാരൻറ്റ് കമ്പനി ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, സെയിം മെത്തേഡ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നോർമലി ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ്, ദെൻ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് നോട്ട്സ് ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേറ്ററി മെറ്റീരിയൽ. നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നതിനോട് കൂടെ അതിൻ്റെ ക്ലാരിഫിക്കേഷനിൽ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് ആയിട്ട് കൊടുക്കുന്ന എക്സ്പ്ലനേറ്ററി നോട്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, അപ്പം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ബോത്ത് ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡിയറി കമ്പനി വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ കൺസോളിഡേറ്റഡ് ഫോം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് 2 കമ്പനിക്കും ഡിഫറെൻറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി ഓർ കമ്പൽസറി, ബട്ട് നമ്മളുടെ ഒരു കൺവീനിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്.
അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡിംഗ് കമ്പനീൻ്റെതും സബ്സിഡറി കമ്പനീൻ്റെതും സെപ്പറേറ്റ് നമുക്ക് അനലൈസ് ചെയ്താലും ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബെറ്റർ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന്, നമ്മൾ ഒരു ഹോൾഡിംഗ് കമ്പനി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ്സിഡറി കമ്പനീസിൻ്റെ ബിസിനസ് പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നതിന് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് കൺസോളിഡേഷൻ നടക്കുന്നത് April 1, 2001 മുന്നേ ആയിരിക്കണം എന്നുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ട് കമ്പനീസിൻ്റെയും എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് കൂടുതൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസോളിഡേഷൻ പ്രൊസീജിയേഴ്സാണ്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ടാകും. അപ്പോൾ ആ ഓരോ ഐറ്റംസ് എങ്ങനെയൊക്കെ നോക്കണം, ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിയറി പാർട്ട് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഏരിയ, എങ്കിലും എന്തൊക്കെയാണ് ഇതിൽ വരാവുന്ന ഐറ്റംസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കൺസോളിഡേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ അസറ്റ്സ് ആൻഡ് രണ്ട് കമ്പനീസിൻ്റെയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക. രണ്ട് കമ്പനീസിൻ്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്യുക. ആൻഡ് അത് കൂടാതെ രണ്ട് കമ്പനീസിനെയും കമ്പയർ ചെയ്തിട്ട് അതിൽ വരാവുന്ന ഗുഡ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയും. ആൻഡ് ക്യാപിറ്റൽ റിസർവ് വരുന്നുണ്ടോ നോക്കണം. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഏരിയാസിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളുടെ കൺസോളിഡേഷൻസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൺസോളിഡേഷനിൽ നമ്മളുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ ഫർദർ വരുന്ന സ്റ്റെപ്സിൽ വരുന്നതാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആൻഡ് ക്യാപിറ്റൽ റിസർവ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ ഇക്വിറ്റി പോർഷൻ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിൻ്റാണ് ഇക്വിറ്റി പോർഷൻ. ഇക്വിറ്റി പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ മെജോറിറ്റി ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ ഷെയർസിനെയാണ് നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഇക്വിറ്റി പോർഷൻ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി അല്ലാത്ത എല്ലാ കേസിലും ഒരു മെജോറിറ്റി ഷെയർസ് ആയിരിക്കും കമ്പനി ഓൺ ചെയ്യുന്നത്. ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനി മാത്രമായിരിക്കും. അല്ലാത്ത കേസിലാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ളൊരു പാർട്ട് വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇക്വിറ്റി പോർഷനിൽ മനസ്സിലാക്കേണ്ടത് ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി ആവുന്ന കേസിൽ കംപ്ലീറ്റ് ഇക്വിറ്റി പോർഷനും നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും. അല്ലാത്ത കേസിൽ മെജോറിറ്റി ഓഫ് ഷെയർസ് കമ്പനിയുടെ കയ്യിലായിരിക്കും ആൻഡ് മൈനോറിറ്റി പോർഷൻ പോകുന്നത് ഔട്ട്സൈഡേഴ്സിനായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി റിലേഷൻഷിപ്പ് വരുന്നത് സബ്സിഡിയറി കമ്പനീസിൻ്റെ ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ അക്വയർ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ടേം കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണ്. ആൻഡ് ആസ് എ റിസൾട്ട് നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് സബ്സിഡിയറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അവരുടെ ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കമ്പനീൻ്റെ സബ്സിഡിയറി കമ്പനീസിൻ്റെ ഷെയർസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം
രണ്ട് ടൈമിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേജസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ആ ഒരു ഡേറ്റ് മുതലായിരിക്കും നമ്മൾ ഈ ഒരു ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്നത്. ഒരു പോർഷൻ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് മാറുന്നില്ല. എപ്പോഴാണോ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് ആ ഡേറ്റ് തൊട്ടായിരിക്കും നമ്മൾ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ് ഉണ്ട്. റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനിയുടെ കേസിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്നാണോ എൻഡ് ചെയ്യുന്നത് ആ ഡേറ്റിനുള്ളിൽ തന്നെ ആയിരിക്കണം സബ്സിഡറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറും എൻഡ് ചെയ്യുന്നത്. നോർമലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഫിനാൻഷ്യൽ ഇയറിന് ഉള്ളിൽ തന്നെ ആയിരിക്കണം സബ്സിഡറി കമ്പനിയുടെ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. ആൻഡ് ആ ഡേറ്റിൽ തന്നെയായിരിക്കണം നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസിലാണെന്നുണ്ടെങ്കിലൊക്കെ എന്നാണോ ഈ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഹോൾഡിംഗ് റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്നത് ആ ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും നമ്മളോട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. സോ ആ ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതല്ല ഡേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലനേറ്ററി നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ്. നമ്മൾ ഹോൾഡിംഗ് കമ്പനിയും ആൻഡ് സബ്സിഡറി കമ്പനി ആവുന്ന സമയത്ത് രണ്ട് കമ്പനീസും ഫോളോ ചെയ്യേണ്ട പോളിസീസ്, സിമിലർ സിറ്റുവേഷൻസിൽ ഫോളോ ചെയ്യേണ്ട പോളിസീസ് എന്ന് പറയുന്നത് യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കണം. ഇനി അതല്ല ചില സിറ്റുവേഷൻസിൽ നമ്മൾ മറ്റ് ഏതെങ്കിലും അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ തന്നെ ആ കാര്യങ്ങളും കൂടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദെൻ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ്. നമ്മളുടെ സബ്സിഡറി കമ്പനീസിൻ്റെ കംപ്ലീറ്റ് റിസൾട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടും നമ്മളുടെ ഹോൾഡിംഗ് കമ്പനീസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകും. നമ്മുടെ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റിൽ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യും. പക്ഷേ ഈ ഒരു ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്തതിന് ശേഷം ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലോ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം വരുന്ന ഒരു കാര്യങ്ങളും നമ്മളുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യം മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനി ഹോൾഡിംഗ് കമ്പനി മെജോറിറ്റി ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഇപ്പോൾ ഒരു 80% നമ്മളാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 20% ചില കേസിൽ ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു 20% ആണ് ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മെജോറിറ്റി നമ്മൾ ഹോൾഡിംഗ് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്, ബാക്കി ഒരു 20% മാത്രം ഔട്ട്സൈഡേഴ്സ് വിച്ച് ഈസ് കോൾഡ് മൈനോറിറ്റി പോർഷൻ, മൈനോറിറ്റി ഗ്രൂപ്പാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി നമ്മൾ പറഞ്ഞു. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിന് ഉള്ളിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ആയിരിക്കണം സബ്സിഡറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറും എൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതൊക്കെ തിയറി പോർഷൻസ് തന്നെയാണ്, പക്ഷേ അത് പ്രോബ്ലം ഏരിയാസിലേക്ക് കൂടെ ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.